നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025-26 ലാലിഗ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരം FC ബാഴ്സലോണ നാളെ കളിക്കാൻ ഇറങ്ങുന്നു. എവേ മത്സരമാണ്. മയോർക്കയ്ക്കെതിരെയാണ് ആ കളി. കളിക്ക് മുന്നോടിയായിട്ട് ഇന്നിപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില താരങ്ങളെക്കുറിച്ച് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില താരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംഭവം അറിയാമല്ലോ. ഗാർഷ്യയുടെ കാര്യത്തിൽ ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ ഇന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. റാഷ്ഫോർഡിന് ഒരു പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്, അത് എന്നോട് മാനേജ്മെൻറ്റ് വിശദീകരിച്ചിട്ടുണ്ട്, അത്രമാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്നാണ്. എന്നാൽ ലാമിൻ യമാലിനെ കുറിച്ച്, ലാമിനോട് നിങ്ങൾ കൂടുതൽ ഗോളുകൾ നേടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, ഗോൾസ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീം വിജയിക്കുക എന്നുള്ളതാണ്. സോ ഒരു ഗ്രേറ്റ് സീസൺ ലാമിന് ഇത്തവണ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു ലാമിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി. തേഴ്സ്റ്റഗനെ കുറിച്ചുള്ള ചോദ്യം വന്നു. സ്വാഭാവികമാണല്ലോ, ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് പിന്നെ സോൾവ് ചെയ്ത് പോവുകയായിരുന്നു. ഇപ്പോൾ തേഴ്സ്റ്റഗനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹൻസി ഫ്ലിക്കിൻ്റെ മറുപടി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലബിൻ്റെ ഭാവി അത് നല്ലതാവാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. തേഴ്സ്റ്റഗൻ ഒരു പ്രൂവ് ചെയ്ത ഗോൾ കീപ്പറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് റിക്കവർ ആയിട്ട് വന്ന് ടീമിനെ സഹായിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ടേസ്റ്റഗനെ കുറിച്ച് പറഞ്ഞത്. അതേസമയം ഇനീഗോ മാർട്ടിനസിൻ്റെ പോക്കിനെ കുറിച്ച്, അതൊരു ഷോക്കായിരുന്നല്ലോ ബാഴ്സ ആരാധകർക്കൊക്കെ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും എന്നോട് അവൻ ക്ലബ്ബ് വിട്ട് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അവൻ്റെ പോക്കിൽ ഒട്ടും സന്തുഷ്ടനായിരുന്നില്ല. അവനൊരു ഗ്രേറ്റ് പ്ലെയറാണ്, അമേസിങ് പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, ഒരിക്കലും എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ആളല്ല. വലിയ എന്തൂസിയാസം ടീമിലേക്ക് ബ്രിങ് ചെയ്യുകയും സ്ട്രെങ്ത്തും ഒക്കെ കൊണ്ടുവരികയും ചെയ്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ആളാണ്. അവൻ്റെ പോക്കിൽ എനിക്ക് സങ്കടമുണ്ട് എന്നാണ് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്. അതേസമയം ബെർണാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ബെർണാലിന് പരിക്ക് പറ്റിയപ്പോൾ തന്നെ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് അവൻ്റെ ആ പ്രായത്തിൽ റിക്കവർ ആവാൻ ഒരു ഫുൾ ഇയർ വേണ്ടി വരും, അതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളത് സമ്മതിക്കുകയായിരുന്നു. കാരണം ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല, 10-15 വർഷത്തേക്കാണ് നമ്മൾ അവനെ ഒരു ബിഗ് അസറ്റായിട്ട് കാണുന്നത് എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നു. ഏതായാലും തൻ്റെ താരങ്ങളിലൊക്കെ വലിയ വിശ്വാസം ഹൻസി ഫ്ലിക്ക് പ്രകടിപ്പിക്കുന്നു. നാളെ ആദ്യ മത്സരമാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് മയോർക്കയ്ക്കെതിരെ മത്സരം കളിക്കുമ്പോൾ ബാഴ്സ വിജയ തുടക്കമിടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.